സർക്കാരിന്റെ രാഷ്ട്രീയ സന്ദേശവേദിയായി പമ്പ മണപ്പുറത്തെ അയ്യപ്പ സംഗമം. ഗോകുലം ഗോപാലൻ, NSS പ്രതിനിധിയായ സംഗീത് കുമാർ, തമിഴ്നാട് മന്ത്രിമാരായ ശേഖർ ബാബു, പഴനിവേൽ ത്യാഗരാജൻ തുടങ്ങിയവരും ഉദ്ഘാടനത്തിനെത്തി. അയ്യപ്പ സംഗമത്തിനെതിരായ പ്രതിപക്ഷ ആരോപണങ്ങളോടും ഉദ്ഘാടന വേളയിൽ മുഖ്യമന്ത്രി പ്രതികരിച്ചു. അനന്തകൃഷ്ണൻ വിവരങ്ങളുമായി ചേരുന്നു. അനന്തൻ, എന്ത് സന്ദേശമാണ്, രാഷ്ട്രീയ സന്ദേശമാണ് മുഖ്യമന്ത്രി നൽകാൻ ശ്രമിച്ചത്? ആദ്യത്തെ വരവ് തന്നെ വെള്ളാപ്പള്ളി നടേശനോടൊപ്പം ഒരുമിച്ച് കാറിലായിരുന്നു എത്തിയത്. അതുതന്നെ ഏറെ ശ്രദ്ധയാകർഷിച്ച ഒരു ദൃശ്യവുമായിരുന്നു. മോദി കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട് എന്ന് വ്യക്തമാക്കുന്നത് തന്നെയായിരുന്നു പമ്പ തടത്തിൽ നടന്ന ആഗോള അയ്യപ്പ സംഗമം എന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ അയ്യപ്പ സംഗമം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നടത്തിയ പ്രസംഗത്തിലും ആ രാഷ്ട്രീയം നിഴലിച്ചിരുന്നു. കൃത്യമായി സർക്കാരും ദേവസ്വം ബോർഡും ഒക്കെ അയ്യപ്പ ഭക്തർക്കൊപ്പമാണ് എന്ന് ധ്വനിപ്പിക്കുന്ന രീതിയിൽ തന്നെയായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രസംഗം. അതേസമയം തന്നെ അദ്ദേഹം യഥാർത്ഥ ഭക്തരും കപടഭക്തരും ആര് എന്ന ഒരു വ്യാഖ്യാനം ഗീതാ ശ്ലോകം ഉദ്ധരിച്ചുകൊണ്ട് നടത്താനും ശ്രമിച്ചു. അതിലൂടെ അദ്ദേഹം ലക്ഷ്യമിട്ടത് പ്രതിപക്ഷത്തെ തന്നെയാണ്. അതിൽ പ്രധാനമായും പറഞ്ഞത് യഥാർത്ഥ ഭക്തർ ഇവിടെ ഇരിക്കുമ്പോൾ ഭക്തി നടിക്കുന്നവർ ഈ അയ്യപ്പ സംഗമത്തിനെതിരെ കോടതിയിൽ പോയി എന്ന രീതിയിലാണ് അദ്ദേഹം പ്രതിപക്ഷത്തിനെതിരെ ആ ഒരു പരാമർശം നടത്തിയത്. അതിനൊപ്പം തന്നെ ശബരിമലയിൽ സർക്കാർ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ, ശബരി റെയിൽപാതയും ഒപ്പം തന്നെ ശബരിമല വിമാനത്താവളവും ചൂണ്ടിക്കാട്ടിയാണ് അദ്ദേഹം പ്രസംഗത്തിൽ ഊന്നിയത്. അതിനൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള വിവാദ വിഷയങ്ങളോ നേരത്തെ സർക്കാർ ഈ ശബരിമലയിലെ ആചാരങ്ങളുമായി ബന്ധപ്പെട്ട് എടുത്ത നിലപാടുകളോ അതേപ്പറ്റി ഒരു തരത്തിലുള്ള പരാമർശവും നടത്തിയില്ല. ഇതിൽ സർക്കാരിന്റെ ഏറ്റവും വലിയ രാഷ്ട്രീയ വിജയം എന്ന് പറയുന്നത് സംസ്ഥാനത്തെ ഹിന്ദു വിഭാഗങ്ങളിലെ പ്രധാനപ്പെട്ട സമുദായ നേതാക്കളെയെല്ലാം സർക്കാരിന്റെ വേദിയിൽ കൊണ്ടെത്തിക്കാൻ, അല്ലെങ്കിൽ ദേവസ്വം ബോർഡിന്റെ വേദിയിൽ കൊണ്ടെത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനൊപ്പം അവർക്ക് ഒന്നിച്ചിരിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അതിലേറ്റവും രാഷ്ട്രീയ കൗതുകം മുഖ്യമന്ത്രി സ്വന്തം കാറിൽ SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനുമായി ഈ വേദിയിലേക്ക് എത്തുന്നതാണ്. അതിനൊപ്പം തന്നെ NSSന്റെ പ്രതിനിധി സംഗീത് കുമാറും KPMSന്റെ പ്രതിനിധി പുനല ശ്രീകുമാറും ആ വേദിയിൽ പങ്കിടുകയും ചെയ്തു. അവരെല്ലാം ഈ ചടങ്ങിന് പൂർണ്ണ പിന്തുണ നൽകുകയും ചെയ്തു. ഇത് വലിയ രാഷ്ട്രീയ വിജയം തന്നെയാണ് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചും ഒപ്പം തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനെ സംബന്ധിച്ചും ശബരിമലയുടെ കാര്യത്തിൽ.